ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റീസെൻ്റ്ലി നടന്ന നമ്മുടെ CSEB എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന GKയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്ന CSEB എക്സാമിലൊക്കെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർ തന്നെ ആയിരിക്കാം, കാരണം ഇതുവരെ നമുക്ക് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു എക്സാമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, അത്യാവശ്യം പല ക്വസ്റ്റ്യൻസ് വന്നത് എന്ത് തന്നെയായിരുന്നോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ മുന്നോട്ടുള്ള എക്സാമുകളിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് കൺട്രി റീസെൻ്റ്ലി ലോഞ്ച് ദ സിന്തറ്റിക് ഹ്യൂമൻ ജെനോം പ്രൊജക്ട്? സിന്തറ്റിക് ഹ്യൂമൻ ജിനോം പ്രൊജക്ട് എന്ന് പറയുന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ഏത് രാജ്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? കൂടുതൽ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. യുണൈറ്റഡ് കിങ്ഡം ആണ് അല്ലേ, UK ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ UK ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റീസെൻ്റ്ലി ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് ഈ പറയുന്ന സിന്തറ്റിക് ഹ്യൂമൻ ജെനോം പ്രൊജക്ട് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ നോക്കുമ്പോൾ 2025 കാലഘട്ടങ്ങളിലായിട്ടാണ്, 2025 ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് DNA, ഓക്കെ, പുതുതായിട്ട് DNA സ്ക്രാച്ച് ചെയ്യുന്നൊക്കെ DNA പുതുതായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ പറയുന്ന സിന്തറ്റിക് ഹ്യൂമൻ ജിനോം പ്രൊജക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2025 കാലഘട്ടങ്ങളിലായിട്ട് UK-യിലാണ് ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറയുന്ന ഈ ഒരു എൻവയോൺമെന്റൽ പോയം എന്ന് പറയുന്നത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ലൈനുകളോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയം ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഓപ്ഷൻ D ആണല്ലേ, ഇഞ്ചിക്കാട് ബാലചന്ദ്രനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പോയമാണ്, എൻവയോൺമെന്റൽ പോയമാണ് ഏത്, ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറയുന്ന പോയം. അത് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വരുന്ന ഒരു GK ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് സാധാരണ കേസിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, അതായത് യൂണിയൻ മിനിസ്റ്റേഴ്സിനെ നമ്മൾ പഠിച്ചു വെക്കണം, അതുപോലെ തന്നെ നമ്മുടെ കേരള മിനിസ്റ്റേഴ്സിനെയും ഓരോ മേഖലകളിലും ആരാണ് നിൽക്കുന്നത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചു പോകണം. അതെന്തായാലും ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഓരോ വീഡിയോയിലും നമ്മൾ പറയാറുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സാധാരണ കേസിൽ നമുക്ക് കേരള റിലേറ്റഡ് ആയിട്ട് കേരളത്തിലെ മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കണ്ടിട്ടുള്ളത്. പക്ഷേ വ്യത്യസ്തമായിട്ട് ഈ ഒരു എക്സാമിന് നമുക്ക് എന്താണ്, നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ മിനിസ്റ്റേഴ്സ്, യൂണിയൻ കൗൺസിൽ മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ പേയേഴ്സ് ആണ് റോങ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ട്, അതുപോലെ തന്നെ ഗിരിരാജ് സിംഗ് തന്നിട്ടുണ്ട്, കിരൺ റിജിജു തന്നിട്ടുണ്ട്, അശ്വിനി വൈഷ്ണവൻ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് അഗ്രികൾച്ചർ, ടെക്സ്റ്റൈൽ, ടൂറിസം, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ റോങ് ആയിട്ടുള്ളത്, റോങ് പേയേഴ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? മൂന്നാമത്തെ നാലാമത്തെ ആണ് അല്ലെ. മൂന്നാമത്തെ നാലാമത്തെ എന്ന് നമ്മൾ പറയുമ്പോൾ കിരൺ റിജിജു അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ്, ഇത് രണ്ടുമാണ് റോങ് ആയിട്ടുള്ള പേയേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ പഠിച്ചു വെക്കാനായിട്ടുണ്ട്. കിരൺ റിജിജു എന്ന് പറയുന്നത് ഏതിന്റെ മിനിസ്റ്റർ ആയിട്ട് വരുന്നതാണ്? പാർലമെന്ററി അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആയിട്ട് വരുന്നതാണ്. പാർലമെന്ററി അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആണ് കിരൺ റിജിജു എന്ന് പറയുന്നത്. അതേസമയം അശ്വിനി വൈഷ്ണവിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതിന്റെ മിനിസ്റ്റർ ആണ്? റെയിൽവേ മിനിസ്റ്റർ ആയിട്ട് വരുന്നതാണ് അല്ലെ. റെയിൽവേയുടെ മിനിസ്റ്റർ ആയിട്ട് വരുന്നതാണ് അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ പറയുന്ന മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ഏത് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. സോ ആ ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പഠിച്ചു വെക്കുക, അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത് ഇനിയുള്ള എക്സാമുകൾക്കും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത് റെയിൽവേയുടെ മിനിസ്റ്ററാണ്. കിരൺ റിജിജു എന്ന് പറയുന്നത് പാർലമെന്ററി
അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആയിട്ട് വരുന്നതാണ്. ഗിരിരാജ് സിംഗ് എന്ന് പറയുന്നത് എന്താണ്? മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസിന്റെ മിനിസ്റ്റർ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ യൂണിയൻ കൗൺസിലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിട്ട് വരുന്നതാണ് ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയുള്ള എക്സാമുകൾക്ക് പോകുന്നവർ എന്ത് ചെയ്യുക? ഈ ഭാഗത്തു നിന്നുള്ള ബാക്കിയുള്ള മിനിസ്റ്റേഴ്സ്, യൂണിയൻ മിനിസ്റ്റേഴ്സിനെയൊക്കെ നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ഇനിയും സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഹോൾഡ് വിച്ച് മിനിസ്റ്റീരിയൽ പൊസിഷൻ? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് ഏത് മിനിസ്റ്റീരിയൽ പൊസിഷൻ ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണോ, ഫൈനാൻസ് ആണോ, എഡ്യൂക്കേഷൻ ആണോ, ഹെൽത്ത് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് ഏത് പൊസിഷൻ ആണ്, ഏതിന്റെ മിനിസ്റ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് എന്തായാലും പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? അപ്പൊ ഡിഫൻസിന്റെ മിനിസ്റ്റർ ആരാ, ഫൈനാൻസിന്റെ ആരാണ്, എഡ്യൂക്കേഷൻ ആരാണ്, ഹെൽത്ത് ആരാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയുള്ള എക്സാമുകൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആൻസർ കമന്റ് ചെയ്യുക. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഹോൾഡ് ചെയ്യുന്നത് ഏത് മിനിസ്റ്റീരിയൽ പൊസിഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇതും ഒരു ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ജിക്കെയുടെ ഭാഗത്തുനിന്ന് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് എന്നാണ് ചോദിക്കുന്നത്. 1998 മെയ് 17 അല്ലെ? മെയ് 17 1998 മെയ് 17 ഈ പറയുന്ന കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മെയ് 17 തന്നെയാണ് നമ്മൾ എല്ലാ വർഷവും എന്ത് ദിനമായിട്ട് കൊണ്ടാടുന്നത്? കുടുംബശ്രീ ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീയുടെ പലതരത്തിലുള്ള പ്രൊജക്ടുകൾ, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പലതരത്തിലുള്ള സ്കീമുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണുന്നതാണ്. അതുപോലെ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് ഉയരെ എന്ന് പറയുന്ന സ്കീം കേട്ടോ. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സ്കീമാണ് ഉയരെ എന്ന് പറയുന്നത്. അതായത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് വിമൻ എംപവർമെന്റുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഉയരെ എന്ന് പറയുന്ന പ്രൊജക്റ്റ്. അതുകൂടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ, അവരുടെ പല ആപ്പുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എപ്പോഴും ന്യൂസുകളിൽ കാണാൻ പറ്റുന്നതാണ്. സോ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത് 1998 മെയ് 17 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പഠിച്ചിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ 4 ആൻസർ നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഓരോ ആർട്ടിക്കിൾസും എന്തുമായാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 15(4) തന്നിട്ടുണ്ട്. അത് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഫൗണ്ടേഷൻ ഫോർ ദ എക്സിസ്റ്റിംഗ് റിസർവേഷൻ സിസ്റ്റം ഇൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്തുള്ള റിസർവേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15(4) എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 19(1) പറയുന്നത് എന്താണ്? റൈറ്റ് ഓഫ് ഇൻ ഇന്ത്യൻ സിറ്റിസൺ ടു വർക്ക് ആൻഡ് ഏൺ എ ലിവിംഗ് ബൈ ഡൂയിങ് വർക്ക് ഓഫ് ഹിസ് ചോയ്സ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ജോലികൾ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഏൺ ചെയ്യാനുമുള്ള ഒരു പൗരന്റെ അവകാശത്തെ കുറിച്ചാണ് 19(1) പറയുന്നത് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ള ഭാഗം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരു ഏരിയയാണ്. ആ ഒരു റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇതെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആർട്ടിക്കിൾ തന്നെയാണ്. അതുകഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ആർട്ടിക്കിൾ 26 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 എന്ന് തന്നിട്ടുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത് ആർട്ടിക്കിൾ 19(1) ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ. നമുക്ക് എവിടെയും ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നതിനുള്ള റൈറ്റ്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 19(1) പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 4 നമ്മൾ നോക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ സാധാരണ കേസിൽ കാണാറുള്ള 14, 15, 16 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ എന്താണ്
കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താണ് തെറ്റ് വരുന്നത്? ആർട്ടിക്കിൾ 26 എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ആർട്ടിക്കിൾ 26 എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 26 അല്ല, മറിച്ച് എന്താണ്? ആർട്ടിക്കിൾ 16 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ, എല്ലാവർക്കും തുല്യ അവസരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 16 ആണ്. നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ ഡൗട്ട് എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇക്വാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, അതുകൂടാതെ തന്നെ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ എന്ന് പറയുന്ന ആ O എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈ ഡൗട്ട്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു കോഡാണ്. 5 പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഡാണ് ഇത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്നത്, ഇക്വാലിറ്റി ഫോർ ഓൾ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈ എന്ന് പറയുന്ന കോഡ്. അതുപോലെ തന്നെ D എന്ന് പറയുന്ന കോഡ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഒന്നിന്റെ പേരിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന കോഡാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് O എന്ന് പറയുന്ന ലെറ്ററിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്താണ്? ഓപ്പർച്യൂണിറ്റി അല്ലെ. ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് ഈ ഒരു കോഡിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ U എന്ന് പറയുന്ന ലെറ്റർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 17 ഡിനോട്ട് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അൺടച്ചബിലിറ്റി പാടില്ല, തൊട്ടുകൂടായ്മ കാര്യങ്ങളെല്ലാം നിരോധിക്കുന്ന പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് T എന്ന് പറയുന്ന ലെറ്റർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 18 ഡിനോട്ട് ചെയ്യുന്നത്. ടൈറ്റിൽസ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് എഡ്യൂക്കേഷണൽ അല്ല, അതുപോലെ തന്നെ സൈനികപരമായിട്ടുള്ള ടൈറ്റിൽസ് അല്ല, ഇതല്ലാതെയുള്ള ടൈറ്റിൽസ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഡൗട്ട് എന്ന് പറയുന്ന കോഡ് വെച്ചുകൊണ്ട് ഇവിടെയുള്ള 5 ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഏതാണ് വരുന്നത്? ആർട്ടിക്കിൾ 16 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് റഷ്യയും അമേരിക്കനും കണക്ട് ചെയ്യുന്നത് ഏത് സ്ട്രൈറ്റ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് അല്ലെ, ബെയറിംഗ് എന്ന് പറയുന്ന സ്ട്രൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതിനേക്കാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ അങ്ങ് പഠിച്ചേക്കുക. എപ്പോഴും പഠിക്കുന്ന സമയത്ത് 4 ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, നിങ്ങളുടെ മെയിൻ പേപ്പർ ആണെങ്കിലും, GK ആണെങ്കിലും, കറണ്ട് അഫെയർ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ബെയറിംഗ് എന്ന് പറയുന്ന സ്ട്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ അങ്ങ് കവറായി പോകും എന്നുള്ള കാര്യമാണ്. അപ്പോൾ മഗല്ലൻ സ്ട്രേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അറ്റ്ലാന്റിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയാണ് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാ മഗല്ലൻ. ഓക്കെ, അത് കഴിഞ്ഞ് ബോസ്ഫറസ് സ്ട്രൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ബോസ്ഫറസ് എന്ന് പറയുന്നത് എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? ബ്ലാക്ക് സീനെയും അതുപോലെ തന്നെ മർമാര. ഓക്കെ, മർമാര സീനെയും കണക്ട് ചെയ്യുന്നതാണ് ബോസ്ഫറസ് എന്ന് പറയുന്ന സ്ട്രൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിഡ സ്ട്രൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്ലോറിഡ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോനെയും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നതാണ് ഫ്ലോറിഡ എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ഓപ്ഷൻസ് നമ്മൾ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 4ാമത്തെ നമ്മുടെ ഉത്തരം വരുന്നത് ബെറിംഗ് എന്ന് പറയുന്ന സ്ട്രൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏതിനേക്കാണ്? അമേരിക്കനെ റഷ്യനെ കണക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബെറിംഗ് എന്ന് പറയുന്ന സ്ട്രൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ 4 എണ്ണം അവിടെ പഠിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. UNOയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സിലബസിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ഒരു പ്രധാന ഏരിയ ആണ് അല്ലേ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് കാണാറുള്ളതുമാണ്.
അപ്പോൾ ഇത് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് എന്താണ് യുണൈറ്റഡ് നേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇയർ ഓഫ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ വേഴ്സ് 1989 ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ റൈറ്റ്സ് ഓഫ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിക്ലറേഷൻ വരുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓരോ വർഷത്തിലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ ഡിക്ലറേഷൻസ് നടത്താറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1989 വർഷത്തിലാണ് 89 ആ ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ദ ഫസ്റ്റ് ജനറൽ അസംബ്ലി മീറ്റിംഗ് ഓൺ യുണൈറ്റഡ് നേഷൻസ് വാസ് ഹെൽഡ് അറ്റ് ലണ്ടനിൽ വെച്ചുകൊണ്ട് 1946 ജാനുവരി 10 UN-ഓടെ ജനറൽ അസംബ്ലി മീറ്റിംഗ്, ആദ്യത്തെ ജനറൽ അസംബ്ലി മീറ്റിംഗ് നടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, UN ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് October 24 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1945 October 24 നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ഫോം ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ലീഗ് ഓഫ് നേഷന് ശേഷം ഫോം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഏതാണ്, ഈ പറയുന്ന UNO ആണ് 1945 കാലഘട്ടങ്ങളിലായിട്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ്ക്വാർട്ടർ ഇൻ യൂറോപ്പിലെ യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ജനീവയിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇതിലെ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് UN നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. UN ഡേ എന്നാണ്, അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്തുള്ളത്, നമ്മുടെ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ഉത്തരം വരുന്നത് 2, 3, 4 ശരിയാണ്. എന്നാൽ അതേസമയം ഈ പറയുന്ന UN-ന്റെ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് 1989 അല്ല, 1959 ആയിരുന്നു കേട്ടോ. 1959 ഈ പറയുന്ന റൈറ്റ്സ് ഓഫ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർഷം UN-ന്റെ വരുന്നത് എന്നുള്ളത് കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എങ്കിലും ബാക്കിയുള്ള 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളും ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് വന്നായിട്ട് വായിക്കാനായിട്ട് നോക്കുക. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത് ശീലമാക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ CSEB-യുടെ ആണെങ്കിലും ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഒരുപാട് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇനിയും ഒരുപാട് എക്സാമുകൾ ഈ 2026 നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് പഠിച്ചു പോകേണ്ട ദിവസങ്ങളാണ്. നല്ലൊരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമുകൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്കായിട്ടുള്ള ബിഗിനേഴ്സ് ബാച്ച്, നിങ്ങളിപ്പോൾ എക്സാമിന് ആദ്യമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്നവരാണ് ആണെങ്കിലും അതല്ല 1, 2 എക്സാം എഴുതിയിരിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മെന്റർഷിപ്പ് കാര്യങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ബാച്ചാണ് CSEB പറയുന്ന ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഒരു ജോലി സ്വപ്നം കണ്ട് നടക്കുന്നവർക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ക്വറീസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. ഇനിയും നമുക്ക് റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടുണ്ട്. അതെന്തായാലും വരും വീഡിയോസിൽ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്, GK-യിൽ തന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.